അങ്ങനെ നമ്മൾ ആംസ്റ്റർഡാമിൽ പോകാൻ പോകണ മക്കളെ. യെസ്, കുറേ നാളായിട്ട് ഈ യാത്രയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കണ്ടിരുന്നൊരു സ്ഥലമാണ് ആംസ്റ്റർഡാം. സോ ഫൈനലി വി ആർ ഗോയിങ് ടു ആംസ്റ്റർഡാം. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയോ? നമ്മളിപ്പോൾ ആക്ച്വലി ഡെൻമാർക്കിലെ ഒദൻസ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമമല്ല, ഒരു പട്ടണത്തിലാണ്. ഇന്നലെ കോപ്പൻഹാഗനൊക്കെ കറങ്ങി. കോപ്പൻഹാഗൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, ഹോട്ടൽസൊക്കെ വീക്കെൻഡ് ആയിരുന്നുകൊണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് ട്രെയിൻ എടുത്ത് വന്നിട്ട് ഇവിടെ ഞാൻ ഇന്നലെ താമസിച്ചു. അടിപൊളിയായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചു. ഈ ഒരു ചെറിയ സ്ഥലത്ത് തന്നെ ഏതാണ്ട് 7-8 ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫൈനലി ഇന്ന് ഇവിടെ നിന്ന് നമ്മൾ ആംസ്റ്റർഡാം പോവാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിനോ ബസ്സോ ഒന്നുമില്ല. ഇവിടെ നിന്ന് ഏകദേശം 800 കിലോമീറ്റർ ഉണ്ട് ആംസ്റ്റർഡാം. നമ്മൾ ഡെൻമാർക്കിൽ നിന്നും ജർമ്മനി വഴിയാണ് നമ്മൾ ആംസ്റ്റർഡാം പോകേണ്ടത്. ജർമ്മനിയിലെ ഹാംബർഗ് വഴി വേണം നമുക്ക് വേണം ആംസ്റ്റർഡാമിലേക്ക് പോകാൻ. ഏകദേശം 4, 5, 6 ട്രെയിനുകൾ ഞാൻ മാറി കയറേണ്ടി വരും. എന്നാൽ മാത്രമേ എനിക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കറക്റ്റ് ത്രൂ പോകുന്ന റൂട്ടൊന്നും അല്ലാന്ന് തോന്നുന്നു. എന്തായാലും ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വി ആർ ഗോയിങ് ടു ആംസ്റ്റർഡാം. രാവിലെ സമയം 7:15. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് നോക്കി ഒരു ഒറ്റ പൂച്ചക്കുഞ്ഞ് പോയിട്ട് ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ല, ആരുമില്ല. നോക്കി അവിടെ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ, ഒരു മനുഷ്യനില്ല. അതാണ് അവസ്ഥ. കുറേ കാക്കകളോ പറവുകളോ അതേപോലെ സീകളോ അങ്ങനെ എന്തോ സംഭവങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അതാണ് ഇവിടെ ആകെ ഉള്ളത്. ശരിക്കും ഡെൻമാർക്കിനൊരു പ്രത്യേകത ഉണ്ടെന്നറിയോ? ഡെൻമാർക്ക് എന്ന് പറയുന്നത് ഏകദേശം 400-ലധികം ഐലൻഡുകളുള്ള ഒരു രാജ്യമാണ്. ഓക്കെ, അപ്പം നമ്മൾ എവിടെ പോയാലും കടലിൽ നിന്നും 50 കിലോമീറ്റർ ദൂരെ കൂടുതൽ നമ്മൾ പോവില്ല. അതാണ് ഡെൻമാർക്കിൻ്റെ പ്രത്യേകത. അതായത് ഡെൻമാർക്കിൽ എവിടെയാണെങ്കിലും മാക്സിമം 50 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ കടൽ തീരത്തെത്തും. അതാണ് ഡെൻമാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത് തന്നെ റെയിൽവേ സ്റ്റേഷൻ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ്. രാവിലെ 7-Eleven ഒക്കെ തുറന്നിരിപ്പുണ്ട്. രാവിലെ 7-Eleven നിന്ന് നമുക്കൊരു ചായ എടുക്കാം. ഇതാണ് ചായ. വെള്ളം എടുക്കുന്നു, ചായ എടുക്കുന്നു. പിന്നെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തോ ഒരു സാധനം വാങ്ങിച്ചു, ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു. ഇതെല്ലാം കൂടെ വാങ്ങിച്ച് നമ്മൾ ട്രെയിൻ കയറാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഹാംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ജർമ്മനിലേക്കുള്ള ട്രെയിനാണ്. 3.5 മണിക്കൂറുണ്ടത്. റെയിൽവേ സ്റ്റേഷൻ്റെ മുകൾ ഭാഗമാണ്. അതായത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇല്ലാത്ത പരിപാടികളൊന്നുമില്ല. അതായത് ഇവിടെ ബ്യൂട്ടി പാർലറുണ്ട്, ബേക്കറി ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാറുണ്ട്, പിന്നെ ഫാർമസി ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഗ്രോസറി സ്റ്റോർ ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ഭയങ്കര നല്ല കൺസെപ്റ്റാണ് ഇതെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നതാണ്. റെയിൽവേക്ക് അധിക വരുമാനമാകും അല്ലേ? നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്ന പോലെ ഈ ട്രാക്ക് മാറ്റി കളിക്കുന്ന പരിപാടി ഇവർക്കും ഉണ്ട് കേട്ടോ. ഇത്ര നേരം ഇപ്പുറത്തെ ട്രാക്കിൽ വരും, അപ്പുറത്തെ ട്രാക്കിൽ വരുമെന്ന് പറഞ്ഞ ട്രെയിൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്താറായപ്പം ഇപ്പുറത്തെ ട്രാക്കിൽ വരുമെന്ന് പറഞ്ഞു. ഇത് ആൾ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഇവിടുത്തെ ട്രെയിനൊക്കെ വൻ കോമഡിയാണ്. ഇത് കണ്ടോ, ഇതാണ് ട്രെയിനിൻ്റെ ഫ്രണ്ട്. നോക്കി, ട്രെയിനിൻ്റെ ഫ്രണ്ടാണ് ഇത്. അയ്യേ, കുഞ്ഞ് ട്രെയിൻ. ഇത് ഫ്രഡർഷ്യ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. ഇത് ആകെ എന്താ പറയുക, 3 കോച്ച്, ചെറിയ 3 കോച്ചുകൾ അത്രേ ഉള്ളൂ. കണ്ടില്ലേ, അടിപൊളി. എന്തോന്നിടേ ഇത്, ഇങ്ങനെയൊക്കെയാണല്ലോ ട്രെയിൻ ഓടിക്കുന്നത്. ഒരു ലുക്കില്ലാത്ത ട്രെയിനാണുള്ളത്. എന്നാണ്ടോ ഇത് വീണ്ടും ട്രാക്ക്, എനിക്ക് വീണ്ടും ട്രാക്ക് മാറാൻ പോയി തോന്നുന്നു. ആളുകളെ പറ്റിക്കും കേട്ടോ അവന്മാര്. വന്നു നമ്മുടെ ട്രെയിൻ. എല്ലാവരും കൂടെ ഓടി വന്നതേ ഉള്ളൂ. ഇത് നല്ല ട്രെയിനാണല്ലോ. ഇതാണ് ഹാംബർഗ് പോകുന്ന ട്രെയിൻ. ഹാംബർഗ്. ഇതെനിക്ക് തോന്നുന്നു ജർമ്മനിയുടെ ട്രെയിനാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് അറിയില്ല, പോയി നോക്കാം. അടിപൊളി ട്രെയിൻ. എങ്ങനെയാണ് ട്രെയിൻ? ഇതിനകത്തും ഉണ്ട് ഈ പ്രൈവറ്റ് റൂമും പരിപാടികളൊക്കെ. അടിപൊളി. നോ സ്മോക്കിംഗ് മാത്രമേ പറ്റുള്ളൂ. ഇതിനകത്ത് റിസർവേഷനൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയിരുന്നു. വലിയ തിരക്കൊന്നുമില്ല, ആകും കുറച്ച് പേരേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ ഈ കോച്ചിനകത്ത്. പിന്നെ റിസർവേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാക്കാനുള്ള സിസ്റ്റം ഒന്നും ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ലായിരിക്കും. എന്തായാലും ഞാനിവിടെ ഇരുന്നു. എനിക്ക് ഈ ടേബിൾ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഭയങ്കര കംഫർട്ടബിളാണ് ഈ ടേബിൾ സീറ്റ്. മാഗസിനൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഇൻഫ്ലൈറ്റ് മാഗസിൻ പോലെ. ഇത് ട്രെയിനിൻ്റെ മാഗസിനാണ് കണ്ടോ. പിന്നെ വിൻഡോ ഒക്കെ ഭയങ്കര ഡേർട്ടിയാണ്, ഒന്നും കാണാൻ പറ്റില്ല. അത് കണ്ടില്ല, നോക്കി ഇതൊക്കെ ഫുൾ ചെളിയാണ്. നമ്മൾ ജർമ്മനിയിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ ഡെൻമാർക്കിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ജർമ്മനിയിൽ കയറി ട്രെയിൻ നിർത്തും. ഇപ്പോൾ ഇതിനകത്തൊരു അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പോലീസുകാർ വന്ന് പാസ്പോർട്ട് ചെക്ക് ചെയ്യും. പാസ്പോർട്ട് എല്ലാവരും എടുത്ത് വയ്ക്കുക, ടിക്കറ്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ എന്താ പറയുക, ഈ ട്രെയിനിലെ സ്റ്റാഫെല്ലാം മാറി ജർമ്മനിയുടെ സ്റ്റാഫായിരിക്കും ഇനി മുതൽ ട്രെയിനിലുണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു അനൗൺസ്മെൻറ്റ് വന്നു. അതേപോലെ ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോഴത്തേക്കിനും ലോക്കോ പൈലറ്റിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്.
വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഗ്രീൻ സിഗ്നൽ ടു കണ്ടിന്യൂ. നമ്മൾ പച്ച സിഗ്നൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന്. നമ്മുടെ അവിടെയൊക്കെ ട്രെയിൻ എവിടെയെങ്കിലും പിടിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കിട്ടുമില്ലേ? വിമാനത്തിലൊക്കെ അനൗൺസ്മെൻറ്റ് പറയുന്ന പോലെ ഇവിടുത്തെ പരിപാടികളൊക്കെ. ഞാനിവിടെ നമ്മുടെ KLTUK യാത്രയുടെ പുസ്തകത്തിൻ്റെ എഴുത്തിലും എഡിറ്റിങ്ങിലും പരിപാടികളിലൊക്കെയാണ്. അതാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ എഴുതുമായിരുന്നല്ലോ, ഇപ്പോൾ എഴുതുന്നുണ്ടല്ലോ. ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോരെ. ഭയങ്കര സിമ്പിളാണ് ടൈപ്പ് ചെയ്യാനൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ INB ട്രിപ്പ് പുസ്തകം വൈകിപ്പിച്ചതുപോലെ ഇത് വൈകാൻ പാടില്ല. ഇത് നമ്മുടെ യാത്ര കഴിഞ്ഞ് അധികം മാസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ പുസ്തകം പുറത്തിറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കിടക്കുന്ന ഫ്ലിക്സ് ട്രെയിനാണ് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ജർമ്മനിയിൽ ഫ്ലിക്സ് ട്രെയിൻ ഉണ്ടെന്ന്. അയ്യോ, ഈ ചില്ല് വൃത്തിയാണെന്നൊന്നും കാണാൻ പറ്റുന്നില്ല കണ്ടോ. ലോക്കമൊക്കെ കണ്ടില്ലേ, ഫ്ലിക്സ് ട്രെയിൻ എന്നും പറഞ്ഞ് ഒന്നും കാണുന്നില്ല. ഫ്ലിക്സ് ട്രെയിൻ കണ്ടോ. അങ്ങനെ നമ്മൾ ഹാംബർഗ് എത്തിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ട്രെയിനിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഇങ്ങനെ കാലിയായിട്ടുള്ള ട്രെയിനിലൊക്കെ യാത്ര ചെയ്തത്. ട്രെയിൻ ഓൺ ടൈം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്, 3 മിനിറ്റ്സ്. നമുക്ക് നല്ല വെതറാണ് പുറത്ത്, നല്ല കാറ്റ്, നല്ല കാറ്റല്ല, നല്ല വെളിച്ചം, നല്ല ഭംഗിയുണ്ട് കാണാൻ. പുറത്തൊക്കെ മൂടിപ്പുറച്ച് നിൽക്കുകയാണെങ്കിൽ യൂറോപ്പ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. ഞാൻ ഹാംബർഗ് എത്തി. എനിക്കിനി ആക്ച്വലി ഇവിടുന്ന് വേറൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയാലും എനിക്ക് ഇവിടുന്ന് ആംസ്റ്റർഡാമിലേക്ക് ട്രെയിൻ കിട്ടുള്ളൂ. ഇവിടുന്ന് ഡയറക്റ്റ് ആംസ്റ്റർഡാമിലേക്ക് ട്രെയിനും കോപ്പൊന്നും ഇല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. മൊത്തത്തിൽ പണിയാണ് ഇനി അങ്ങോട്ട്. ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോം കണ്ടെത്തലൊക്കെ ഭയങ്കര പണിയാണല്ലോ. ഇത് 7-8 കാണിക്കുന്നത്. പണിപാളും മോനെ ഇതെങ്ങോട്ടാ? ഇത് ഭയങ്കര വലിയ സ്റ്റേഷൻ. നോക്കി എന്തോന്നടേ ഇത്, ഒരു അന്തം കുന്തമൊന്നും കിട്ടുന്നില്ലല്ലോ. എനിക്ക് പ്ലാറ്റ്ഫോം 4 പോകണം. ഇത് നമ്മൾ എറണാകുളം നോർത്തിൽ വന്ന് ഇറങ്ങിയിട്ട് എറണാകുളം സൗത്തിൽ പോയിട്ട് അടുത്ത ട്രെയിൻ പിടിക്കണം എന്ന് പറയുന്നതല്ലേ. ഇന്ന് ഫുള്ള് ഞാൻ ഓട്ടോ ആയിരിക്കും. ഇന്ന് ട്രെയിനൊക്കെ കുറേ ക്യാൻസൽഡാണ്. ട്രാക്കിലൊക്കെ എന്തോ പണി നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഫുള്ള് ജർമ്മനി ഒട്ടും റിലയബിൾ അല്ല ട്രെയിൻ യാത്രയ്ക്ക്. കാരണം ഒന്നും സമയത്ത് ഓടൂല. എന്ത് ഭയങ്കര സ്റ്റേഷനാണെന്ന് നോക്കി. ഇത് സോ ബിഗ് മാൻ, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര വലിപ്പം. ഇത് ലോക്കൽ മെട്രോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ലോക്കൽ ട്രെയിനാണ്. ലോക്കൽ ട്രെയിൻ, മെട്രോ അല്ല, ലോക്കൽ ട്രെയിൻ. ഈ ഹാംബർഗ് എന്ന് പറയുന്നത് ജർമ്മനിയിലെ വലിയൊരു സിറ്റിയാണ്. ഞാൻ ആക്ച്വലി ഇവിടെ വന്ന് ഒരു ദിവസം നിൽക്കാം എന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു ഇനിഷ്യലി. പക്ഷേ നമ്മൾ ഇന്നലെ ഓഡൻസയിൽ വന്ന് നിന്നുകൊണ്ട് ഞാൻ ഇവിടെ ഇന്ന് വന്ന് നിൽക്കുന്നത് പ്രത്യേകിച്ച് ടൈം വേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് മാത്രമേ ഇപ്പോൾ സമയം രാവിലെ 12 മണി ആയല്ലേ ഉള്ളൂ. കമോൺ തുറക്ക് സമയം. നമ്മളങ്ങനെ ഹാംബർഗിലെ ഇതാണ് സ്ഥലം, ഹാബുഗ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നിന്നാണ് നമുക്കിനി പോകേണ്ട ട്രെയിൻ. അതായത് ജർമ്മനിയുടെ ഒരറ്റത്ത് നിന്നും വേറൊരറ്റത്തേക്ക് പോകുന്ന ഒരു ട്രെയിനിലാണ് ഞാനിപ്പോൾ കയറാൻ പോകുന്നത്. ഫാസ്റ്റ് ട്രെയിൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇവിടെ നിന്ന് ശരിക്കും ഇപ്പോൾ രാവിലെ 11:30 വിട്ട് കഴിഞ്ഞാൽ രാത്രി 11 മണിക്ക് അത് അവിടെ എത്തുള്ളൂ. അത് ഓസ്ട്രിയയുടെ ബോർഡർ വരെ പോകുന്ന ട്രെയിനാണ്. അത്രയും ദൂരം പോകുന്ന ട്രെയിനാണ്. അതിൽ എനിക്കൊരു 3 മണിക്കൂർ 10 മിനിറ്റ് യാത്രയാണ്. എന്തോ മെട്രോ സ്റ്റേഷൻ പോലത്തെ എന്തോ ഒരു സെറ്റപ്പായിരുന്നു. എന്തോ അതൊരു കുന്തം മനസ്സിലാവുന്നില്ല. ഇതിവിടുത്തെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ എന്തോ ആണ്. അതായത് സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലുള്ള റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ താഴെ മെട്രോ സ്റ്റേഷൻ. മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കും കേട്ടോ. ഇതിവിടുത്തെ സ്റ്റേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ ഔട്ട്സ്കേർട്സിലുള്ള സ്റ്റേഷൻ. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇവിടുത്തെ ഫ്ലിക്സ് ട്രെയിൻ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഫ്ലിക്സ് ട്രെയിൻ. അതായത് ഫ്ലിക്സ് ബസ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്ലിക്സ് ട്രെയിനാണ് ഈ കാണുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇവർ പഴയ ട്രെയിനുകളൊക്കെ ലീസിനെടുത്തിട്ട് ഓടിക്കുന്നതോ അങ്ങനെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് മെനയൊന്നുമില്ല. ഒരു പഴയ ട്രെയിൻ. എത്തൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് എങ്ങോട്ടോ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ട്രെയിൻ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. ഫ്ലിക്സ് ട്രെയിൻ. ഇവിടെ മാത്യൂസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഇവിടെ ടേക്ക് അവേ സംഭവങ്ങളൊക്കെ ഉണ്ട്. I'll go for this noodles. Yeah. ചിക്കൻ. ഓക്കെ. ഇവിടെ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അടിപൊളി. ഇതാണ് എൻ്റെ ഫുഡ്. എനിക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കേണ്ട എൻ്റെ ലഞ്ചാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ എങ്ങനെയാണോ എന്താ സംഭവം. ഇത് ലോക്കൽ സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്ന പോലത്തെ അല്ല. ഇത് ഏതൊരു സാധാരണ ഒരു ലോക്കൽ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. അതാ വന്നല്ലോ നമ്മുടെ ട്രെയിൻ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഞാനിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശന്നിട്ടേ. നല്ല വലിയ ട്രെയിനാണ്. നിർത്തുന്നില്ലല്ലോ. നിർത്തുള്ളൂ. ഭയങ്കര വലിയ ട്രെയിനാണല്ലോ. ഇത് എന്ത് ചെയ്ത് നോൺ സ്റ്റോപ്പാ? ഇതിനൊരു അന്തം കുത്തൊന്നും കാണുന്നില്ലല്ലോ. യെസ്, ഫസ്റ്റ് ക്ലാസ്. കയറി കഴിഞ്ഞാൽ പണി കിട്ടും. മുന്നോട്ട് പോകണം ഗായ്സ്. അയ്യോ സോറി, പണി പാളി കേട്ടോ. ആക്ച്വലി
നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ കയറേണ്ടതായിരുന്നു. നമ്മുടെ നാട്ടിലേക്കാടി ഇടിയാണല്ലോ. അടിപൊളി ഗായ്സ്. ഞാനിതിനകത്ത് കയറി എവിടെ ഒരിടത്ത് സീറ്റ് എടുത്തു. അയ്യോ, നമ്മൾ സീറ്റ് പിടിക്കാൻ വേണ്ടി എല്ലാം റെഡിയായിരുന്നു കേട്ടോ ഇന്നത്തെ സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ 3.5 മണിക്കൂറുള്ള അടുത്ത യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ട്രെയിൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 3.5 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ എത്താറായേ. എനിക്ക് അവിടെ ആകെ അടുത്ത ട്രെയിൻ പിടിക്കുന്നതിന് വേണ്ടി ട്രാൻസിറ്റ് ഉള്ളതൊരു 15 മിനിറ്റ് സമയമാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഓൾറെഡി ലേറ്റാണ്. നമ്മൾ ഇത്രയും സമയം ലേറ്റാണ്. 15-11 എത്തേണ്ടതാണ്. നമ്മൾ 15-18 എത്തുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ട്രെയിൻസിൻ്റെ സമയമൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. കണക്ഷൻ ട്രെയിൻസിൻ്റെ സമയം. ട്രെയിൻ നിർത്തി ഉടനെ ചാടി ഇറങ്ങാൻ വേണ്ടി കണക്ഷൻ ട്രെയിനൊക്കെ മിസ്സാവാതിരിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടോ എല്ലാവരും. ഞാനും ഇറങ്ങി നിൽക്കുക. അതായത് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അടുത്ത കണക്ഷൻ ട്രെയിൻസ് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവരിവിടെ കാണിക്കുന്നുണ്ട്. അത് ഡിലേ ആണോ, അത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണോ പോകുന്നത്, അങ്ങനെയുള്ള പല ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഡ്യൂഷ്ബർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തുന്നത്. എനിക്കിനി അവിടെ നിന്ന് പോകേണ്ടത് ഉത്രഷ്ട് എന്ന് പറഞ്ഞ വേറെ സ്ഥലത്തേക്കാണ്. അത് 13-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണോ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിനിയിപ്പോൾ ആകെ 5 മിനിറ്റ് സമയം അവിടെ കിട്ടുകയുള്ളൂ ഇറങ്ങിക്കഴിഞ്ഞാൽ. 5 മിനിറ്റിൽ ഞാൻ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് 13-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പോകണം. അടിപൊളി. അവിടെയൊക്കെ ഫുൾ പച്ചപ്പാട്ടോ. ഇവിടെ ഒന്നും അങ്ങനെ സ്നോ വീഴുന്ന സ്ഥലമെല്ലാം തോന്നുന്നു. ഈ ഭാഗമൊന്നും അങ്ങനെ എക്സ്ട്രീം വിൻ്റർ വരുന്ന സ്ഥലങ്ങളല്ല. വരുന്ന വഴിക്കൊക്കെ മൊത്തം പച്ചപ്പായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള പാടങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ട് വേസ് എല്ലാവരും പേഷ്യൻ്റായിട്ടിരിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ലോക്കോ പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റും വന്നു. ഇപ്പോൾ ഇവിടെ വന്നു. അവിടെ നിന്ന് ട്രെയിൻ മിസ്സായ പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനുള്ളതാണ് പ്രശ്നം. 15:21 15:25 എൻ്റെ അടുത്ത ട്രെയിൻ. ഇതുവരെ എത്തിയിട്ടില്ല. ഔട്ടറിലാണ്. 4 മിനിറ്റും കൂടെ നമുക്കിനേ ഉള്ളൂ. 15:22 ഇനി കിട്ടില്ല. 3 മിനിറ്റിൽ നടപടിയാവില്ല. I repeat, for passengers in the direction of the train, you can also use as alternative the local train from platform 10. എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കയറി ഇത് കയറി മറ്റേ ട്രെയിനിൽ കയറി എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. തുറക്ക് ഇറങ്ങാനും ധൃതി ആളുകൾക്ക്. 23 ഓടുക എല്ലാവരും കൂടി ഞാനും ഓടുക. 23 എത്തൂല കേട്ടോ. 2 മിനിറ്റേ ഉള്ള നമുക്ക്. അത് ശരി, ഇവിടെ ഒന്നും ഇല്ലല്ലേ. 13-ാം പ്ലാറ്റ്ഫോമിൽ പോകണം. ട്രെയിൻ 1 മിനിറ്റ് വൈകിയാൽ മതി. അപ്പുറത്തെ ട്രെയിൻ 13-ാം പ്ലാറ്റ്ഫോം എവിടെ 13 അങ്ങേ അറ്റവാ. ബെസ്റ്റ് കിട്ടൂല. എല്ലാവരും ഓട്ടവാ. ഇവിടെ ഈ ട്രെയിൻ മൊത്തം കാലിയല്ലേ. അവൻ ലേറ്റല്ലേ. തോളത്ത് 10-15 കിലോ ഉള്ള ബാഗും വെച്ചോണ്ടാണ് ഓടുന്നത്. വഴി മാറണം മുണ്ടക്കൽ ശേഖര. എല്ലാവരും ഓട്ടമാണ് കേസ്. 13 എവിടെ? അയ്യോ അമ്മേ, എൻ്റെ അമ്മ. അയ്യോ അമ്മേ, ഇത് ഫുള്ളാട്ടാ. എല്ലാം ഓടി വന്നതാ. സ്ഥലമില്ല. എത്ര ആൾക്കാർ. ഹലോ. അയ്യോ, ഇത് എവിടെ പോണം എല്ലാവരും കൂടി? എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. നെതർലാൻഡ്സിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഇവിടെ ഒറ്റ ട്രെയിനേ ഉള്ളൂ. ഈ ഒറ്റ ട്രെയിനേ ഉള്ളൂ അങ്ങോട്ട് പോകുന്നത്. വേറെ ട്രെയിൻസ് ഒന്നുമില്ല. അതാ ഇത്ര തിരക്ക്. ഓടി കിടച്ച് ഈ ട്രെയിൻ 2 മിനിറ്റ് വൈകിയാണ് വിട്ടത്. ഞാൻ ഇത്രയും ധൃതി പിടിച്ച് വേറെ ട്രെയിനിൽ പോയിട്ടില്ല. കാരണം ഇവിടെ വേറെ ട്രെയിൻ ഇല്ല. ഇത് എനിക്ക് തോന്നുന്നു ഈ ജർമ്മനിയും നെതർലാൻഡ്സും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ട്രെയിൻ കണക്ടിവിറ്റി പ്രോപ്പറല്ല. മര്യാദയ്ക്ക് ഡയറക്റ്റ് ട്രെയിൻ പോലും ഇല്ല. എല്ലാവരും ബസ്സിനാണ് പോകുന്നത്. ഇതിപ്പം 3:25 വിട്ട് കഴിഞ്ഞാൽ 5 മണിക്ക് നമ്മൾ ഉത്രഷ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. അവിടെ നിന്ന് വീണ്ടും നമ്മുടെ ആംസ്റ്റർഡാം പോകാനായിട്ട് വീണ്ടും ട്രെയിൻ കയറണം.
എന്താ ഇങ്ങനെ അറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അയ്യോ ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഈ ട്രെയിൻ 15:25 വിടുന്നത്. എൻ്റെ ട്രെയിൻ വന്നത് 15:23 കറക്റ്റ് 15:23 പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഓടി നിങ്ങൾക്ക് ആ ക്ലിപ്പ്, ഞാൻ ആ ക്ലിപ്പ് ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോഴായിരുന്നു 2 മിനിറ്റ് 10 സെക്കൻഡാണ് ഈ ട്രെയിനിൽ വന്ന് കയറിയത്. ഈ ട്രെയിൻ ഒരു 2 മിനിറ്റ് വൈകി വിട്ടത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കിട്ടിയത്. ഇല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇവർ വിടുന്നതിന് ഒരു 1 മിനിറ്റ് മുമ്പ് ഡോറ് ക്ലോസ് ചെയ്യും. അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ട്രെയിൻ കിട്ടിയത്. അയ്യാ എൻ്റെ അമ്മ. നമ്മളങ്ങനെ നെതർലാൻഡ്സിലേക്ക് പോകുന്നു. നമ്മുടെ ഡച്ചുകാരുടെ സ്ഥലം ഹോളണ്ട് അല്ലെങ്കിൽ നെതർലാൻഡ്സ്, അങ്ങനെ പല പേരുകളുണ്ട് ഗൈസ്. ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കിനും നമ്മൾ നെതർലാൻഡ്സ് എത്തിയെന്നും പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻറ്റ് വന്നു. ഇവിടെ എവിടെയോ നിർത്തും, ഇവിടെ എവിടെ സ്റ്റോപ്പുണ്ട്. എൻ്റെ പിറകിൽ 2 പേര് ഇരിപ്പുണ്ടായിരുന്നേ. എനിക്കൊരു ഫോൺ വന്നപ്പോഴത്തേക്കിനും ഞാൻ ഫോൺ എടുത്തു. വളരെ പതുക്കെ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ പതുക്കെ സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ബഹളം കേൾക്കത്തില്ലേ? കേൾക്കത്തില്ലേ? ഞാൻ ഒരു ഫോണിൽ സംസാരിച്ചു. ഞാൻ ഫോൺ എടുത്തു. ഞാൻ ഒരു ഫ്യൂ സെക്കൻഡ്സ് 10 സെക്കൻഡ് ഞാൻ പറഞ്ഞു ഞാൻ ട്രെയിനിലാണ്, ഞാൻ ഇപ്പോൾ എത്തും എന്നുള്ളത് പറഞ്ഞു. അന്നേരം എൻ്റെ പുറകിരിക്കുന്ന ആൾക്കാർ ഈ സൈഡിൽ കൂടെ എന്നെ അടുത്ത് കൊണ്ടിട്ട് ഇത് ക്വയറ്റ് സോണാണെന്ന് ചോദിക്കും. ക്വയറ്റ് സോണാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ബാക്കിയുള്ളവരിന്ന് ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞാനിപ്പം ഒരു 10 സെക്കൻഡ് വേണ്ടിയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. ഇത് മിണ്ടാൻ പാടില്ലാത്ത സ്ഥലമാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ അപ്പുറത്ത് പിള്ളേരിരുന്ന് ബഹളം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് പ്രശ്നമില്ല, അവിടെ ആൾക്കാരിരുന്ന് അപ്പുറം വേറൊരുത്തരിന്ന് ഫോണിൽ സംസാരിക്കുന്നു, അപ്പുറത്ത് വേറൊരുത്തരുന്ന് ഫോണിൽ സംസാരിക്കുന്നു, എൻ്റെ പുറകെ ഇരിക്കുന്നവർക്ക് മാത്രം പ്രശ്നം. കടി, ഇതിനെയാണ് കടി എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇവിടത്തുകാരനല്ലല്ലോ, ഞാൻ ഇന്ത്യക്കാരനല്ലേ, അതിൻ്റെ പുച്ഛം. അല്ലെങ്കിൽ ഞാൻ വേറെ നാട്ടുകാരനല്ലേ, നമ്മളെയൊക്കെ ഇവർ ഇപ്പോഴും അടിമകളെ പോലെയാണ് കാണുന്നതെന്നുള്ളതിൻ്റെ ഒറ്റ ഉദാഹരണമാണത്. എനിക്ക് പല സ്ഥലത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്ത്. ഞാൻ പറഞ്ഞു എന്താ പറയുക, എനിക്കിവിടെ സംസാരിക്കുന്നില്ല, ഞാനിങ്ങനെ സംസാരിച്ചൊന്നുമില്ല, ഞാൻ ആകെ സംസാരിച്ചത് ഇങ്ങനെയാണ്. ഇപ്പം തന്നെ ബഹളം കേട്ടോ നിങ്ങൾ ഉണ്ടോ? ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല. അപ്പം അവിടെ ആൾക്കാർ സംസാരിക്കുന്നതും അനൗൺസ്മെൻ്റ് ഉണ്ട്, നമ്മുടെ ആൾക്കാർ സംസാരിക്കുന്നതും ചെയ്യുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഞാൻ ഇന്ന് ഫോണിൽ സംസാരിച്ചാണ് അവരുടെ പ്രശ്നം. പിള്ളേരൊക്കെ ബഹളമാണ്. എത്തി നമ്മൾ എത്തിച്ചാൽ എന്താ ഉട്രഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവർ 2 പേരാണ് എന്നോട് സംസാരിച്ച. വെറുതെ അല്ല, നല്ല പ്രായമുള്ള ടീംസാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് പ്ലാറ്റ്ഫോം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. എനിക്കിനി പ്ലാറ്റ്ഫോം 7ലേക്കാണ് പോകേണ്ടത്, അതായത് 7ാമത്തെ പ്ലാറ്റ്ഫോം. ഞാൻ ഇത് തന്നെയാണല്ലോ, ആംസ്റ്റർഡാം തൊട്ടിപ്പുറത്ത് തന്നെ. അടിപൊളി, നൈസ്. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരം കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യല്ലേ. നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നീ എന്തിനാണ് ട്രെയിനിൽ നിന്ന് സംസാരിച്ചെന്ന് ചോദിക്കും. ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ യൂറോപ്പിൽ ട്രെയിനിൽ യാത്ര ചെയ്യുക. എനിക്കറിയാം ഇവിടുത്തെ ട്രെയിനിലെ രീതിയാണ്. ആളുകൾ ചില രാജ്യങ്ങളുണ്ട്, ഇപ്പോൾ ഫ്രാൻസ്, ജർമ്മനി, അങ്ങനെയാണ്. ഫ്രാൻസും ജർമ്മനിയൊക്കെ ആളുകൾ അകത്തിരുന്ന് ഫോണിൽ സംസാരിക്കില്ല, അവർ പുറത്ത് പോയിട്ട് വേണം സംസാരിക്കാനായിട്ട്. ക്വയറ്റ് ഏരിയ, അതായത് സംസാരിക്കാൻ പാടില്ലാത്ത ഏരിയ ഉണ്ട്, സംസാരിക്കാൻ പാടുള്ള സ്ഥലങ്ങളുണ്ട്. ഫാമിലീസ് ഇരിക്കുന്ന സ്ഥലങ്ങൾ ഒരിക്കലും ക്വയറ്റ് ഏരിയ അല്ല. അതായത് കൊച്ചു കുട്ടികൾ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ അതൊരിക്കലും ക്വയറ്റ് ഏരിയ അല്ല. കാരണം അവർക്ക് ക്വയറ്റ് ഏരിയയിൽ സീറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ എടുക്കില്ല. കാരണം പിള്ളേരാണല്ലോ, അവർ മിണ്ടാണ്ടിരിക്കില്ല, അവർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിരുന്ന ഒരിക്കലും ക്വയറ്റ് ഏരിയ അല്ല. അവരെന്നോട്, ഞാനായതുകൊണ്ടാണ് ഉറപ്പായിട്ട് അവരെന്നോട് അങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ ഞാൻ ഇത്രയും യാത്ര ചെയ്യുന്ന ആളല്ലേ, നമുക്കറിയാമല്ലോ ഒരു രാജ്യത്ത് പോയി എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന്. ഈവൻ അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്രകൾക്കിടയിൽ ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലും ഞാൻ വളരെ പതുക്കി, അതായത് എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആൾ പോലും കേൾക്കാത്ത രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ക്യാമറ ഞാൻ അടുത്തിങ്ങനെ പിടിച്ചിട്ട് ഹലോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കില്ല. ക്യാമറയിലെ സൗണ്ടും കേൾക്കും, റെക്കോർഡാകുകയും ചെയ്യും. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ പോലും കേൾക്കില്ല. ഞാൻ അങ്ങനെയാണ് പരമാവധി ചെയ്യുന്നത്, ഇല്ല വോയിസ് ഓവർ കൊടുക്കും. ഞാൻ അതൊന്നും ചെയ്യാതെ കണ്ട് ഞാൻ ഫോൺ എടുത്തിട്ട് ഒരു വാക്ക്, എൻ്റെ ഫോൺ എപ്പോഴും സൈലൻറ്റ് മോഡില്ല, ഫോൺ റിങ് അടിക്കത്തില്ല. എൻ്റെ ഫോൺ 24 hours സൈലൻറ്റ് മോഡിലായിരിക്കും, ഫോൺ റിങ് അടിക്കില്ല. എന്നിട്ട് അയാളത് എന്നോട് പറഞ്ഞത് അയാൾക്ക് എന്നെ കണ്ടുകൂടാഞ്ഞിട്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പപ്സ് വാങ്ങുന്ന പോലെ തന്നെ ഒരു വെജിറ്റേറിയൻ സോസേജ്, വീഗൻ സോസേജ് ഇവിടെ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ തന്നെ കടയുണ്ടായിരുന്നു. ഈ കാണുന്ന ആൾക്കാരെല്ലാം ആംസ്റ്റർഡാം പോകാൻ നിൽക്കുന്നവരായിരുന്നു. എനിക്ക് കാരണം ഭയങ്കര ടൂറിസ്റ്റ് സ്ഥലമല്ലേ ആംസ്റ്റർഡാം എന്ന് പറയുന്നത്, ഭയങ്കര തിരക്കുമായിരിക്കും, നല്ല തിരക്കുമുണ്ട്. ഒരു ട്രെയിൻ വന്ന് ഇത് അങ്ങേ അറ്റത്തും ഉണ്ട് നിർത്തി. എന്തുകൊണ്ട് ഇത് കട്ട തിരക്കാനുള്ളതെല്ലാം.
തിരക്കല്ലേ നമ്മൾ ആംസ്റ്റൽ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി നമ്മൾ. ഇനി ഇവിടെ നിന്ന് നമുക്കിനി ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷനിൽ പോകണം. ഇവിടെ നിന്ന് സെൻട്രൽ സ്റ്റേഷനിൽ പോകാനായിട്ട് നമുക്ക് ട്രാമും മെട്രോയും ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ മെട്രോ കിടപ്പുണ്ട്. നല്ല എന്ത് കളറാണ് ഇത്? പിങ്കാണോ? എന്ത് കളറാണ് ഇത് സംഭവം? ഈ കളറിലെ മെട്രോ. നമുക്കിത് കയറിപ്പോം. സെൻട്രൽ സ്റ്റേഷൻ ഇതാണ്. ഇവിടുത്തെ ട്രാമേ. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു കൗണ്ടറൊക്കെ ഉണ്ട്. അതിനകത്ത് നമുക്ക് ടിക്കറ്റൊക്കെ പർച്ചേസ് ചെയ്യാനും അങ്ങനെയുള്ള കൗണ്ടറൊക്കെ ഉണ്ട്. വേറെ സെറ്റപ്പാണ്. ആക്ച്വലി മെട്രോയിൽ കയറിയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് എത്തിയേനെ. ഇതിപ്പോൾ ഞാൻ ട്രാമിൽ കയറിയുണ്ട്. ട്രാം അരമണിക്കൂർ എടുക്കും. ഇവിടെ ഈ സംഭവം കണ്ടോ? അതായത് നമ്മൾ കയറാൻ നേരമോ ഇറങ്ങാൻ നേരമോ ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യണം നമ്മുടെ QR കോഡോ ടിക്കറ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതില്ലാതെ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇറങ്ങുമ്പോഴേ സ്കാൻ ചെയ്യണം, എന്നാലേ ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ. എങ്ങനത്തെ പരിപാടിയാണെന്ന് ഈ വഴി കയറാൻ പറ്റത്തില്ല കേട്ടോ ട്രാമില്. ഫ്രണ്ടിൽ കൂടെയും ബാക്കിൽ കൂടെയും മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഞാൻ ആക്ച്വലി ട്രാം എടുത്തുകൊണ്ടേ എനിക്ക് നല്ലൊരു സിറ്റി ടൂർ കിട്ടി. എനിക്ക് ഭയങ്കര ഒരു സിറ്റി ടൂർ കിട്ടി. അതായത് സിറ്റി എന്താണെന്ന് മൊത്തത്തിലൊന്ന് കാണാൻ പറ്റി. നമ്മൾ ഡെൻമാർക്കിൽ കണ്ട പോലെ തന്നെ ഇവിടെ ആളുകൾ കൂടുതൽ സൈക്കിളാണ് ഉപയോഗിക്കുന്നത് മൊത്തത്തിൽ. പിന്നെ നമ്മുടെ ആലപ്പുഴ പോലെ, കുട്ടനാട് പോലെ, അതായത് നമ്മുടെ കടൽ നിരപ്പിൽ നിന്നും, അതായത് സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് ഈ ഒരു ആംസ്റ്റർഡാം എന്ന് പറയുന്ന ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത്. കായലുകളാണ് ഇഷ്ടം പോലെയുള്ളത്. ഇതുപോലെയുള്ള ചെറുതോടുകൾ ധാരാളമുണ്ട്. ചെറുതോടുകളുടെ നഗരമാണ് ആംസ്റ്റർഡാം. ചെറുതോടുകൾ, ഈ തോടുകളിൽ കൂടെ ഉള്ള ബോട്ടുകൾ, പിന്നെ ഈ കാണുന്ന സൈക്കിളുകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ട്രാൻസ്പോർട്ടേഷൻ മാർഗം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ട്രാമിൽ കയറണമെങ്കിൽ ഇറങ്ങണ ചടങ്ങാട്ടോ. ഇവിടെ നോക്കിക്കോണേ. ഇപ്പോൾ ഇവർ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. ഉണ്ട്, ഒരുത്തൻ ടാപ്പ് ചെയ്ത് ഒരുത്തൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് അടയും വീണ്ടും. എന്നിട്ട് രണ്ടുപേരും കൂടെ മാറി മാറി ടാപ്പ് ചെയ്യണം, എന്നാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ മെട്രോയുടെ മുമ്പിൽ നിന്നും സൈഡിൽ നിന്നും മാത്രമേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കയറി ഇവിടെ സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി. ഇത് ഭയങ്കര വൈബ് സിറ്റി കേട്ടോ ആംസ്റ്റർഡാം. ഒരു തവണയെങ്കിലും വന്ന ആളുകൾക്കത് മനസ്സിലാവും. ഞാൻ കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വരുന്നത്. അതായത് ഫുൾ യൂത്താണ്. അതായത് ഇത്രയധികം യൂത്തിനെ ഞാൻ വേറെ ഇവിടെ യൂറോപ്പിൽ കണ്ടിട്ടില്ല. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റൊരു തായ്ലൻഡ് പോലത്തെ ഒരു സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. ഫുൾ വൈബാണ് എന്തായാലും. ഇത് കണ്ടോ, UK ടെർമിനലിനും പറഞ്ഞുകൊണ്ട്. അതായത് ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് UK കയറി പോകാനുള്ള പ്ലാനിലാണ് ശരിക്കും. അപ്പം ഇവിടെ നിന്ന് ഞാൻ പോകേണ്ട ദിവസം, എനിക്ക് 2 ദിവസം ഇവിടെ നിന്നിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പോകേണ്ട ദിവസം ടിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ടിക്കറ്റ് കണ്ടില്ല. അപ്പോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ ഇവിടെ കൗണ്ടറിൽ പോയി അന്വേഷിക്കണം. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ട്രെയിൻ ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നടക്ക അടച്ചിട്ടിരിക്കുന്നത്. ഇനി ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് ഞാൻ പോയി തപ്പട്ടെ. ഇവിടെ പരസ്യമായിട്ട് പിള്ളേരിന്ന് കഞ്ചാവൊക്കെ വലിക്കുന്നു ഗൈസ്. ഞാൻ വന്ന മെട്രോയിലെ 2 സ്റ്റാഫ് അവർ ആഫ്രിക്കൻസ് ആയിരുന്നു. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ എൻക്വയറിയിൽ പോയി അന്വേഷിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ഇന്ത്യൻ ഒറിജിനൽ ആളുകളായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഇവരൊക്കെ ഇവിടെ താമസിച്ച് സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വൈവിധ്യം നിറഞ്ഞ സ്ഥലം. പിന്നെ സെയിം സെക്സ് മാരേജ് ലീഗലാക്കിയ ഒരു രാജ്യമാണ് ആദ്യം തന്നെ. അപ്പോൾ ഇവിടെ അങ്ങനെ കപ്പിൾസായിട്ട് നടക്കുന്ന ധാരാളം ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നമുക്കിവിടെ കാണാൻ കണ്ടു. കുറേ ആൾക്കാരൊക്കെ കണ്ടു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. എനിക്ക് ആക്ച്വലി ഇവിടെ നിന്ന് അങ്ങോട്ട് ലണ്ടനിലേക്ക് പോകാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച ദിവസം ഓൺലൈനിൽ ടിക്കറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. യൂറോസ്റ്റാറിൻ്റെ ട്രെയിനുകളാണ്. പണിപളി. ഇവിടെ എല്ലാം കഞ്ചാവിൻ്റെ മണം ഗൈസ്. രക്ഷയില്ല. കഞ്ചാവിൻ്റെ മണം എന്ന് പറഞ്ഞാൽ കഞ്ചാവിൻ്റെ മണം. അതായത് പണിപാളി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. ഇതിന് മുമ്പ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരാളിവിടെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ പുള്ളിയുടെ ലൊക്കേഷൻ ഒന്ന് നോക്കിക്കോട്ടെ, പുള്ളി എവിടെ നിൽക്കുന്നുള്ളത്. അതായത് ഈ യൂറോസ്റ്റാർ ട്രെയിനുകളിലാണ് നമ്മൾ UK പോകുന്നത്. അപ്പോൾ ഈ യൂറോസ്റ്റാർ ട്രെയിനുകളിൽ ഈ യൂറെയിൽ പാസ്സുള്ള ആളുകൾക്ക് വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് തീർന്നു പോയി. ഇന്ന് ഞാൻ പോകുന്ന ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമൊന്നും ഇല്ലയെന്ന്. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ പറയുന്നത് ബെൽജിയം ബ്രസൽസിൽ പോയിട്ട് അടുത്ത ട്രെയിൻ എടുത്ത് പോകാം, അല്ലെങ്കിൽ പാരീസിൽ പോയിട്ട് ട്രെയിൻ എടുത്ത് പോകാൻ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. ഞാൻ ആദ്യം ചേട്ടനെ കണ്ടുപിടിക്കട്ടെ. ഒരുത്തം പച്ചയ്ക്ക് നിന്ന് റോൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അടിപൊളി. ഇതിവിടൊക്കെ ലീഗലാട്ടോ സാധനം. ഇതേ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിവിടെ ലീഗലാണ്. അതാണ് സംഭവം. എന്താ ഇപ്പോഴാണ് എനിക്ക് കത്തിയത്. ഞാൻ ആലോചിക്കായിരുന്നേ, നമ്മളെ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നാട്ടിൽ ഈ കൊലപാതകങ്ങളും പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇതെല്ലാം കഞ്ചാവ് കാരണമാണെന്ന് നമ്മൾ പറയുന്നില്ലേ? ശരിക്കും ഇതൊക്കെ കഞ്ചാവ് കാരണമാണോ?
ഈ കഞ്ചാവ് ലീഗലായിട്ടുള്ള എത്ര രാജ്യങ്ങളുണ്ട്? ഇവിടെയൊക്കെ ഇത്രമാത്രം ക്രൈം നടക്കുന്നുണ്ടോ, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ? എനിക്കറിയില്ല, അറിയാത്തോണ്ട് ചോദിക്കുന്ന. തായ്ലൻഡിൽ കഞ്ചാവ് ലീഗലാണ്, പിന്നെ ഇവിടെ ലീഗലാണ്, US പല സ്ഥലങ്ങളിലും ലീഗലാണ്, പിന്നെ വേറെ എത്ര രാജ്യങ്ങളിൽ ലീഗലാണ് ഈ സാധനം? ഇവിടെയൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും ലീഗൽ അല്ലാഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നം നടക്കുന്നത്. എനിക്കറിയില്ല, ഐ എം നോട്ട് ഷുവർ. അപ്പോൾ ഇവിടെ എന്നെ കാത്തിരിക്കുന്നത് മാത്യു എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളാണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ പുള്ളി കുറേ നാൾ മുമ്പ്, ഐ മീൻ 1-2 ആഴ്ച മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. സോ ഐ എം ഗോണ മീറ്റ് ഹിം. അപ്പോൾ ഇന്ന് പുള്ളിയോടാണ് എങ്ങനെ എന്താണെന്നൊക്കെ തീരുമാനിക്കട്ടെ, പോയിട്ട് കണ്ടിട്ട്. ഇതാണ് ഇൻ്റർനാഷണൽ ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇത് അടിപൊളി സ്റ്റേഷനാണ്. പക്ഷേ ഇവിടെ നിന്ന് കൂടുതൽ ഇൻ്റർനാഷണൽ ട്രെയിനുകളാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കിനും ഇത് ഇവിടെ ബോട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുൾ ഇതിൻ്റെ ഇതൊക്കെ മറ്റേ മെട്രോ, നമ്മുടെ വാട്ടർ മെട്രോ പോലത്തെ സെറ്റപ്പുകളാണ് തോന്നുന്നു കേട്ടോ. കണ്ടില്ലേ, ആൾക്കാർ സൈക്കിളിൽ വരുന്നു, അതുകൊണ്ട് അപ്പുറത്ത് വേറെ ബോട്ട്. ഇത് നമ്മുടെ വാട്ടർ മെട്രോ പോലത്തെ സെയിം സെറ്റപ്പ് കണ്ടില്ലേ. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഫെറി, സെയിം സംഭവം. ഞാൻ ആക്ച്വലി 3 ദിവസത്തേക്ക് ഇവിടെ ഒരു പാസ് എടുത്തിട്ടുണ്ട്. 3 ദിവസത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് പാസ്. 21 യൂറോ ആണ് 3 ദിവസത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് പാസിന് കൊടുക്കേണ്ടി വന്നത്. അപ്പം 3 ദിവസം എനിക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇവിടുത്തെ ഏത് പബ്ലിക് ട്രാൻസ്പോർട്ടിലും യാത്ര ചെയ്യാൻ പറ്റും. ആംസ്റ്റർഡാമിൻ്റെ മനോഹരമായിട്ടുള്ള ഇത് ബേസിക്കലി കടൽ തീരമാണല്ലോ. ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ കൺസ്ട്രക്ഷൻ ഒക്കെ പറയുന്ന ഒരു ഒന്നൊന്നര രീതിയാണ്. ഏകദേശം 11 ലക്ഷത്തോളം തൂണുകളിലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അതൊരു ഡിഫറെൻറ്റ് സെറ്റപ്പ് പരിപാടിയാണ്. കാരണം ഈ സമുദ്രനിരപ്പിൽ നിന്ന് താന്നുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അങ്ങ് ദൂരെ ഒരു ബിൽഡിംഗ് കണ്ടോ, ആ ഹോട്ടലിലാണ് ഞാൻ ഇന്ന് പോയി താമസിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. പേര് കണ്ടിട്ട് അതാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇത് സൈക്കിളിൻ്റെ റോഡിൽ സൈക്കിളിന് വേണ്ടിയുള്ളൊരു ട്രാക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിഫൻഡറിൽ ആണ് പുള്ളി വെയിറ്റ് ചെയ്യുന്നത് എന്നോട് പറഞ്ഞായിരുന്നു. അയ്യോ ഗുഡ് ഗുഡ്, ഞാൻ താമസിച്ചോ? നമസ്കാരം. നേരിട്ട് കാണാൻ വീഡിയോ കോൾ സുന്ദരനാണ്. ആണോ? ഞാനോ നിങ്ങൾ പൊക്കി എന്നെ ഇഷ്ടപ്പെട്ടു. എനിക്ക് വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. വേറെ ആരും പറഞ്ഞിട്ടില്ല. അല്ല, അതെല്ലാവരും പറയാറുണ്ട്. അങ്ങനെ ഫൈനലി റൂമിൽ എത്തിയിരിക്കുകയാണ്. സോ ദിസ് ഈസ് മൈ റൂം ഫോർ നെക്സ്റ്റ് 2-3 ഡേയ്സ്. അയ്യോ എൻ്റെ അമ്മേ, ഞാനിന്ന് മടുത്തെന്ന് പറഞ്ഞാൽ മടുത്തങ്ങ ഒറ്റയായി. അതായത് രാവിലെ ഇറങ്ങിയതാണ്, 6 മണിക്ക് എണീറ്റാണ്, 7 മണിക്ക് ട്രെയിനിൽ കയറിയതാണ്. ഇപ്പോൾ വൈകിട്ട് 7 മണിയായി. ഇന്ന് ഫുള്ളി യാത്രയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു എന്ന് പറഞ്ഞാൽ ഇറങ്ങി അറ്റം മടുത്തു. ഇത് തുറക്കാൻ പറ്റില്ലല്ലോ, ഇത് കുറച്ച് മറിഞ്ഞ് വീഴുമെന്ന്. ഇതിങ്ങനെ വരുള്ളൂ അല്ലേ, തുറക്കാൻ പറ്റുമോ? ഇതെങ്ങനെ ഇതിൻ്റെ പരിപാടി? ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവും പരിപാടി. ഓക്കെ, എന്തായാലും ആട്ടെ. ഇതൊരു ബാൽക്കണി പോലെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ക്രീക്ക് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാത്യുവിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ താഴെ തൊട്ട് മുമ്പിൽ തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ആംസ്റ്റർഡാമിൻ്റെ വിശേഷങ്ങൾ ഐ വിൽ ഷോ യു ഗൈസ് ടുമോറോ. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നില്ല, ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരട്ടെ. ഞാൻ കുളിച്ച് ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി, ആകെ ഒരുമാതിരി കോലം കെട്ടിരിക്കുകയായിരുന്നു. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ്, പുള്ളിയുടെ റെസ്റ്റോറൻറ്റ് ഡോട്ട് ഇൻ കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഒന്നാലോചിച്ച് ചോദിക്കുക, ഇന്ത്യൻ ഫുഡ് എന്നും പറഞ്ഞിട്ട് നമ്മൾ എത്ര നാട്ടിൽ ആളുകൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്, പക്ഷെ കേരള റെസ്റ്റോറൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് എത്ര നാട്ടിലാണ് ആളുകൾ ചെയ്യുന്നത് അല്ലേ. ഓ, അത് ഭയങ്കര സംഭവമാണ്. ഞാൻ ഈ ട്രിപ്പിൽ കുറേ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനെ പരിചയപ്പെട്ടല്ലോ. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ലോബി ആൻഡ് റിസപ്ഷൻ സംഭവങ്ങളൊക്കെ. അടിപൊളിയാണ്, സെറ്റപ്പാണ്. നാളെ കാണിച്ചു തരാം. നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കിനും ഇതേ തൊട്ട് മുമ്പിൽ കാണുന്ന അതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെ മൊത്തം പോലീസുകാരാണ്. ഇവിടെ എന്തോ കോർട്ടോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ് ഫ്രം ആംസ്റ്റർഡാം. യെസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ആക്ച്വലി രാത്രിയിൽ ഞാൻ താഴെ പോയിട്ട് ഞാനും മാത്യുവും കൂടെ സംസാരിച്ചിരുന്ന് ആക്ച്വലി വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഫുഡ് കഴിച്ച് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. സോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ചില്ലായിട്ടിരുന്നിട്ട് ലൈക്ക് ഐ കുഡ്ന്റ് ടേക്ക് വീഡിയോ. ഇറ്റ്സ് ഓക്കെ, ഇന്ന് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ രാവിലെ എണീറ്റ് ഇന്ന് ഷംജിത് ഭായ് വരും. ഷംജിത് ഭായ് 2 ദിവസത്തേക്ക് എൻ്റെ കൂടെ, ഐ മീൻ 1-2 ദിവസത്തേക്ക് ചിലപ്പോൾ ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ല തിരിച്ചു പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ പുള്ളി എന്താ പറയുക, ഇവിടെ നിന്ന് ഫ്ലൈ എന്നാണ് തോന്നുന്നത്. ഞാൻ ടിക്കറ്റ് എടുത്ത് ലണ്ടൻ പോകാനുള്ളത്. എനിക്കിവിടെ ആംസ്റ്റർഡാമിൽ നിന്ന് ലണ്ടൻ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമുക്ക് ഇത്ര നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമേ നമുക്ക്
ആ ഒരു ട്രെയിനിൽ യൂറയിൽ പാസ് ഉള്ളവർക്ക് ഇവർ കൊടുക്കുകയുള്ളൂ. സോ അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് അത് നടന്നില്ല. പക്ഷേ ബ്രസൽസിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബെൽജിയം പോകണം. ഇവിടെ നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട് ബെൽജിയം പോയിട്ട് അവിടെ നിന്ന് ബ്രസൽസിൽ നിന്ന് നമ്മൾ 2 മണിക്കൂറേ ഉള്ളൂ, 2 hours ഓൺലി ടു ലണ്ടൻ. ടിക്കറ്റ് എടുത്തു. 34 euro ആയി എനിക്ക്. ശരിക്കും 34 euroയ്ക്ക് പകരം ശരിക്കുമുള്ള ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 300 euro കൊടുക്കണം. അതായത് ഏകദേശം 30,000 രൂപയാണ് ഇവിടെ നിന്ന് ലണ്ടൻ പോകുന്ന ആ ട്രെയിനിൻ്റെ റേറ്റ്. സാധാ റേറ്റാണേ, ഫാസ്റ്റ് ട്രെയിനാണ്. പക്ഷേ എനിക്ക് യൂറയിൽ പാസ് ഉള്ളത് കൊണ്ട് ആകെ 34 euro ആയിട്ടുള്ളൂ, അതായത് 3,400 രൂപ ആയിട്ടുള്ളത്. അത് ഭയങ്കര ലോട്ടറിയാണ്. യൂറയിൽ പാസ് ഞാൻ യൂറയിൽ പാസ് മുതലാക്കിയ പോലെ ഇതുവരെ ആരും മുതലാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് നേരെ ലണ്ടൻ പോകുന്നു. ലണ്ടനിൽ കുറച്ച് മീറ്റപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 2 വീക്കെൻഡ് ഞാൻ ലണ്ടനിലുണ്ട്. അതിനിടയ്ക്ക് ഞാൻ അവിടുന്ന് നേരെ സ്കോട്ട്ലൻഡ് വഴി നോർത്തേൺ അയർലൻഡിൽ കയറിയിട്ട് ഡബ്ലിൻ വരെ പോയിട്ട് തിരിച്ച് ലണ്ടനിലേക്ക് വരും. ഡബ്ലിൻ വരെ പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ 50 രാജ്യങ്ങൾ KLT UKയിൽ പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഡബ്ലിൻ വരെ പോയിട്ട് തിരിച്ച് ലണ്ടനിലേക്ക് വന്നിട്ട് ഇവിടെയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അവരോടൊക്കെ എന്താ പറയുക, സ്കൂൾമേറ്റ്സ്, ക്ലാസ്മേറ്റ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ലണ്ടനിൽ വരും. ലണ്ടനിൽ നിന്ന് ഡയറക്റ്റ് നാട്ടിലേക്ക് ഫ്ലൈ ചെയ്യും. അതാണ് പരിപാടി. ആ ഫ്ലൈ ചെയ്യുന്നത് എയർ ഇന്ത്യയുടെ പുതിയ എയർബസ് A350 വിമാനത്തിലാണ്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. ലണ്ടൻ ടു ഡൽഹി. നമ്മൾ സാംജുയൊക്കെയായിട്ട് ഉദ്ഘാടനത്തിന് പോയില്ലേ, ആ ഫ്ലൈറ്റ് ലണ്ടൻ ടു കൊച്ചി റൂട്ടിൽ ഓടുന്നുണ്ട്. ഇല്ല പിന്നെ US സെക്ടറിലേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ പുറത്തെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റൂമിൻ്റെ പുറത്തുള്ള കാഴ്ച എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ നോക്കുക, ഇവിടെ കുറേ ബോട്ടുകളും യാട്ടുകളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഈ ആംസ്റ്റർഡാം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫേമസ് ഫോർ റിവർ ക്രൂയിസ്, അതായത് കടൽ ക്രൂയിസ് അല്ല, റിവർ ക്രൂയിസ്, കനാൽ ക്രൂയിസ്. ആംസ്റ്റർഡാം ബോട്ട് ക്രൂയിസസ് എന്ന് പറയും. അങ്ങനത്തെ ഉള്ള കുറേ ബോട്ടുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ആംസ്റ്റർഡാം പൊളി വൈബ് സ്ഥലം കേട്ടോ. ഇന്നലെ എനിക്ക് ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്തു. അതായത് ആംസ്റ്റർഡാം ഞാൻ കാണിച്ചു തരേണ്ട കാഴ്ചകളല്ല, അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട കാഴ്ചകളാണ് എന്നാണ് മാത്യു ഇന്നലെ പറഞ്ഞത്. ശരിയാണ്, നമ്മൾ ഫീൽ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു രാജ്യമാണ്. എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത ട്രിപ്പ് എന്തായിരിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ താഴെ മാത്യു വെയിറ്റിങ്. അപ്പോൾ ഞാൻ താഴെ പോട്ടെ, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. ശരിക്കും നമ്മുടെ ഹോട്ടലിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് ഈ കാണുന്നത്. കണ്ടോ, ഈ സൈഡും 2 സൈഡിൽ, അതായത് ഇതൊരു കുഞ്ഞ് ഐലൻഡാണ്. ഇതായിരുന്നു നമ്മുടെ മാത്യുവിൻ്റെ റെസ്റ്റോറൻറ്റ്, ഡോട്ടിൻ എന്നാണ് അതിൻ്റെ പേര് താഴെ. അപ്പോൾ ഇവിടെ നമുക്ക് റിവറൊക്കെ കാണാം. ശരിക്കും ഇതൊരു കുഞ്ഞ് ഐലൻഡാണ് ഈ കാണുന്നത്, ചെറിയൊരു കുഞ്ഞ് ഐലൻഡ്. ഈ കുഞ്ഞ് ഐലൻഡിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. പോയാ ലിഫ്റ്റ് എവിടെ? വേർ ഈസ് ദ ലിഫ്റ്റ്? പിന്നെ നിങ്ങൾ കണ്ടോ ഗൈസ്, ഞാൻ മറ്റേ പാൻറ് എടുത്തിട്ടു, മറ്റേ ലൂസ് പാൻറ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത് എൻ്റെ എടുത്തിരുന്നേ. എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് ഐ ആം വെരി കംഫർട്ടബിൾ. കണ്ടില്ലേ, നോക്കൂ, അടിപൊളിയല്ലേ? ഐ എം വെരി കംഫർട്ടബിൾ. ഇനി ഒരു പക്ക ബാഗ് ഒരെണ്ണം വാങ്ങണം ഇനി. ഞാനിവിടെ താഴെ പുറത്തിറങ്ങി വന്നിട്ടത്തേക്കിന് ഒരാൾ കല്യാണത്തിന് നിങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി പോകണം. നിങ്ങളുടെ കല്യാണം നല്ലതാണോ? വീണ്ടും ഇത് കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് നടക്കുന്നു. ഇതെന്ത് ഇങ്ങനെ ഊരണോ? അല്ല, നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ നടന്നോ, പ്രശ്നമൊന്നുമില്ല. തണുപ്പുണ്ട്, എന്നാൽ ജാക്കറ്റ് ഇടാനുള്ള തണുപ്പ്, അതാണ് പ്രശ്നം. ഞാൻ അതാ കൈ പിടിച്ചിരിക്കുന്നത്. തണുപ്പുണ്ട്, എന്നാൽ ഈ ജാക്കറ്റ് ഇടാനുള്ള തണുപ്പുമില്ല, അതാണ് പ്രശ്നം. എൻ്റെ കയ്യിലുള്ള ജാക്കറ്റും പോരാ. വേറെ ജാക്കറ്റ് നാട്ടിൽ നിന്ന് വന്നിട്ടില്ല. ഫാസിൽ ബ്രോ നാട്ടിൽ നിന്ന് വരുമ്പോൾ ജാക്കറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജാക്കറ്റൊക്കെ നാട്ടിലിരിക്കാം, നോക്കാം എന്തെങ്കിലും ചെയ്യണം. ഈ കാണുന്ന ഐലൻഡിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതൊരു കുഞ്ഞ് ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമാണ്. കണ്ടില്ലേ, ഇവിടെ അപ്പുറത്ത് ബോട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ബിൽഡിങ്. പിന്നെ ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ഷേപ്പ് കണ്ടില്ലേ, മൊത്തത്തിലെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് ഇത് ശരിക്കും കടലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിവർ ഏരിയ ആണ്. നമുക്കിതുപോലെയുള്ള കുറേ എന്താ പറയുക, ചരക്ക് കൊണ്ടുപോകുന്ന കുറേ ബാർജുകൾ, പിന്നെ ഈ കാണുന്നത് വലിയൊരു ക്രൂസ് ഷിപ്പ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നതാണ്. ഇത് പോലീസിൻ്റെ ബോട്ടുകളാണ് ഈ കാണുന്നത്. സ്വന്തമായിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ അത് തുറന്നിട്ടില്ല. അത് വൈകിട്ട് തുറക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വേറൊരു കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ രാവിലെ എല്ലാ ബണ്ണും പ്രോട്ടീൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ വേണ്ട ഇവിടെ ഈ ഒരു റിവർ വ്യൂ സ്ഥലത്ത് വന്നിരുന്നു. ഒരു ഗ്രീൻ ടീ ഓർഡർ ചെയ്തപ്പോഴത്തേക്കിനും ചൂട് വെള്ളവും പിന്നെ അതിൻ്റെ മേളിലൊരു ഫിൽറ്റർ പോലത്തെ ഒരു സാധനവും പിന്നെ കുറച്ച് ഇലയും കൊണ്ട് തന്നു. എന്നിട്ട് ആൾ കുറച്ച് ഇന്ത്യൻ കഥയൊക്കെ പറഞ്ഞു. ഹിമാലയ സാധുക്കളിൽ നിന്നും പറയുന്നുണ്ട്. ഹിമാലയത്തിലെ എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഹിമാലയം കാണാമെന്നോ. ഇവിടെ ഫുള്ള് കിളികളാണോ? ദൈവം, അയാൾ രാവിലെ കിളിയാണോ? ഇത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്ന ടീ ആണ്. ഓ, അത് ശരി.
ഇത് കുടിച്ചൊക്കെ ഹിമാലയം കാണാമെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നുവടയൊക്കെ പോലില്ലേ, പക്ഷേ ഇത് ഉഴുന്നുവടയല്ല, ഇത് ബേഗിൾ എന്നാണ് ഇതിനെ പറയുന്നത്. ബേഗിൾസ് എന്നല്ലേ പറയുന്നത്, ബേഗിൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഇത് പുറത്ത് ഇത് ഭയങ്കര കട്ടി, ഇത് മറ്റേ വൈറ്റ് എള്ളാണ്, വെള്ള എള്ളാണ് ഇതിൻ്റെ മേളിലിട്ടിരിക്കുന്നത്. ഇത് പല ടൈപ്പ് ബേഗിൾസ് കിട്ടും. ഇതിന് പുറത്ത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അകത്ത് ഈ സോഫ്റ്റ് ആയിരിക്കും. കണ്ടോ, ഇത് ആക്ച്വലി ബേക്ക് ചെയ്തെടുക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് ശരിക്കും നമ്മുടെ ഒരു ബർഗർ പോലെ ചെയ്തിരിക്കുകയാണ്. ഇത് സാൽമണാണ്. ഇതിങ്ങനെ മുറിച്ചിട്ട്, അതായത് ശരിക്കും ഇതിങ്ങനെ ബണ്ണ് പോലെ ഇരിക്കും ബേസിക്കലി. ഇതിനകത്ത് തുളയുള്ള ബൺ എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പോളണ്ടിലുള്ള ജൂത കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് സത്യം പറഞ്ഞാൽ ഈ ബേഗിൾസ് എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അവർക്കിടയിലാണ് ഇത് ഭയങ്കര പോപ്പുലറായത്. പിന്നീട് ഇവരുടെ ഒരു കോമൺ ഫുഡായിട്ട് മാറി. അതായത് ഇത് ഈസ്റ്റൊക്കെ ഇട്ട് ബേക്ക് ചെയ്തെടുത്ത ഈസ്റ്റൊക്കെ ഇട്ട് മറ്റേ പുളിപ്പിച്ചെടുത്ത മാവ് അവരത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തൊക്കെയാണ് കൈകൊണ്ട് ഇതേപോലെ കൈകൊണ്ട് കുഴച്ച് നമ്മൾ തുള പറഞ്ഞെങ്കിൽ കൈകൊണ്ട് കുഴക്കണമല്ലോ, കൈകൊണ്ട് കുഴച്ച് നമ്മൾ ഈ ഉഴുന്ന് വടക്ക് തുള ഇടുന്ന പോലെ തുള ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണത്. ഇത് പുറത്തെ ക്രിസ്പിനെസ്സും അകത്തെ സോഫ്റ്റ്നെസ്സും എല്ലാം കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ബർഗർ പോലത്തെ ഒരു സാധനം. എന്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങളിവിടെ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ആംസ്റ്റർഡാമിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.